മുട്ടുമേലായിരുന്ന് കൂപ്പകരങ്ങളോടെ ഇതായി അൾത്താരയിലേക്ക് എഴുന്നള്ളി വരുന്ന ഈശോയെ നമുക്ക് സ്വീകരിക്കാം. സൗഖ്യദായകനായ കർത്താവ്, നിൻ്റെ ശരീരത്തിനും നിൻ്റെ മനസ്സിനും നിൻ്റെ ആത്മാവിനും ഒരുപോലെ സൗഖ്യം തരാൻ കഴിവുള്ളവനായ കർത്താവ് ഇതായി അൾത്താരയിൽ എഴുന്നള്ളി വരുന്ന നിമിഷങ്ങൾ. കർത്താവിനെ നമുക്ക് സൗഖ്യം കിട്ടേണ്ട ഓരോ വിഷയങ്ങളിലേക്കും സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ മനസ്സിനും മുറിവേറ്റും ഭാരപ്പെട്ടും സങ്കടപ്പെട്ടുമൊക്കെ ആയിരിക്കുന്നവർ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടാകാം. മക്കളെ, നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും അൾത്താരയോട് ചേർത്ത് വെച്ച് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വരുന്ന ഈശോയെ ഒത്തിരി സ്നേഹത്തോടെ നിൻ്റെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ആരാധനയുടെ ഗാനമാലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം സ്വീകരിക്കാം. നടുവിൽ ശോഭപൂർണനാ മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ഏറ്റുപാടിക്കേ. ആരാധന ഈശോയെ, അങ്ങേക്ക് ആരാധന. ആരാധന ആരാധന. ഈശോയെ, ആരാധന 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 ആരാധന. കരങ്ങൾ കൂപ്പി കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ഒരു കരസ്പർശനത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മളെ ഒന്ന് തൊട്ടാൽ മതി, നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങൾക്കും ഈ നിമിഷം തന്നെ ഉത്തരവുണ്ട്. പ്രഭാഷകൻ 11-ാം അധ്യായത്തിൽ അതിൽ എഴുതി വച്ചിരിക്കുന്നത്, ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരൊറ്റ നിമിഷം മതി. ഇപ്പോൾ നിൻ്റെ ശരീരത്തിൽ ദാരിദ്ര്യം ഉണ്ടാകാം, രോഗമുണ്ടാകാം, നിൻ്റെ കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാകാം, നിൻ്റെ ആത്മീയ ജീവിതത്തിൽ നീ ദരിദ്രനാകാം, വിശുദ്ധ ജീവിതത്തിൽ നീ ദരിദ്രനാകാം, നിൻ്റെ കുടുംബ ബന്ധങ്ങളിൽ ഒത്തിരി ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടാകാം. അങ്ങനെ ഏതെല്ലാം മേഖലകളിൽ, ആത്മീയവും ഭൗതികവുമായ ഏതെല്ലാം മേഖലകളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടോ, ആ ദാരിദ്ര്യത്തിൽ നിന്നും നിന്നെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരൊറ്റ നിമിഷം മതി. ബത്സേദ കൊള്ളക്കടവിൽ 38 വർഷം, 1-2 വർഷമല്ല, 38 വർഷം തളർവാദം ബാധിച്ച് ശരീരത്തിൻ്റെ ആരോഗ്യത്തിൽ ഒരു ദാരിദ്ര്യം അനുഭവിച്ച് കടന്നിരുന്നവനെ ഒരൊറ്റ നിമിഷം കൊണ്ട് കർത്താവ് കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചില്ലേ? ജന്മനാ മുടന്തനായവനെ കർത്താവ് എഴുന്നേൽപ്പിച്ചില്ലേ? ദുർഗന്ധം വമിക്കുന്ന ജീവിതാവസ്ഥയിൽ നിന്നും, കല്ലറയ്ക്കുള്ളിൽ നിന്നും ലാസറിനെ ഒരൊറ്റ നിമിഷത്തിൻ്റെ ആ വചനത്തിൻ്റെ ശക്തിയാൽ പുറത്തു കൊണ്ടുവന്നില്ലേ? അങ്ങനെയെങ്കിൽ മക്കളെ, നമ്മുടെ ജീവിതത്തിലും കർത്താവിന് ഇടപെടാൻ ഈ അരമണിക്കൂർ സമയത്തിനുള്ളിൽ സാധ്യമാണെന്ന് വിശ്വസിച്ചേ. അപ്പോൾ കർത്താവിൻ്റെ ഒരു സ്പർശനം കിട്ടണം, അതിനുവേണ്ടി ആഗ്രഹിക്കുക. ശതാധിപൻ തൻ്റെ മകളെ കർത്താവിനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന, എന്തിനാ? മകളെ ഒന്ന് തൊടാൻ. കർത്താവ്, നീ വന്ന് എൻ്റെ മകളെ ഒന്ന് തൊട്ടാൽ എൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടുമെന്നാണ് പറഞ്ഞു. കർത്താവ് വരുന്നതിന് മുമ്പേ ശതാധിപന്റെ മകൾ മരിച്ചു. മരിച്ച ശരീരത്തിലും കർത്താവ് കൈവച്ചപ്പോ സൗഖ്യം കിട്ടിയില്ലേ? അപ്പോ നിന്റെ ജീവനുള്ള ശരീരത്തിന് കൈവയ്ക്കുമ്പോ അവിടെ ജീവൻ സമൃദ്ധിയായിട്ടുണ്ടാകും. ഈശോ പറഞ്ഞില്ലേ യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും ജീവൻ സമൃദ്ധമായി നൽകാനുമാണെന്ന്. ഇനി ജീവനറ്റുപോയ നിന്റെ ശരീരമാണെങ്കിലും മനസ്സാണെങ്കിലും ആത്മാവാണെങ്കിലും കർത്താവ് തൊട്ടാൽ, കർത്താവ് സ്പർശിച്ചാൽ ജീവനില്ലാത്തതിന് ജീവനുണ്ടാകും. അതാണ് കർത്താവിൻ്റെ കരസ്പർശനം. ഈ സ്പർശനത്തിന് വേണ്ടിയാണ് മക്കളെ ഈ ആരാധനയിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. ഏതെല്ലാം മേഖലകളിൽ കർത്താവിൻ്റെ ഒരു സ്പർശനം വേണം. ജീവനില്ലാത്ത അവസ്ഥകളിലേക്കെല്ലാം കർത്താവിൻ്റെ ജീവൻ കടന്നു വരാൻ ആഗ്രഹിക്കുക. പ്രത്യേകിച്ച് ശരീരത്തിൽ രോഗങ്ങളുള്ളവര്, മാനസികമായി മുറിവേറ്റവര്, ആത്മീയമായി അധപതിച്ചു പോയവര് പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ഒരു സ്പർശനം കിട്ടിയാൽ ജീവിതം മാറും. കർത്താവിനെ ഒന്ന് തൊടാനെങ്കിലും പറ്റിയാൽ നിന്റെ ജീവിതം മാറും. അപ്പൊ അതിന് ഭയങ്കര ആഗ്രഹം വേണം, വിശ്വാസം വേണം. അതിയായ ആഗ്രഹത്തോടും അതിയായ വിശ്വാസത്തോടും നീ കർത്താവിനെ തൊട്ടാലും കർത്താവിൽ നിന്നും ശക്തി പുറപ്പെടും. 12 വർഷക്കാലം രക്തസ്രാവമുണ്ടായിരുന്നവളുടെ ശരീരത്തിലേക്ക് കർത്താവിൽ നിന്നും ശക്തി പുറപ്പെട്ടതുപോലെ ഈ നിമിഷം ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി പുറപ്പെടും. വിശ്വസിക്കും. അപ്പം അതിന് ആ വിശ്വാസത്തിൽ, ആഴമായ വിശ്വാസത്തിലും തീവ്രമായ ആഗ്രഹത്തോടെ നീ കർത്താവിനെ തൊടണം. ഏതായാലും കർത്താവിൻ്റെ സ്പർശനത്തിന് നിന്റെ ജീവിതത്തെ മാറ്റാൻ പറ്റും. നിന്റെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും ഒരു അത്ഭുതകരമായ മാറ്റമുണ്ടാകും. അതുകൊണ്ട് ഈ നിമിഷം മക്കളെ, കർത്താവിൻ്റെ ഒരു സ്പർശനം, ആ സ്പർശനത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന പല വിഷയങ്ങളുണ്ടാകും. പക്ഷേ മനുഷ്യരായ നമ്മൾ തൊട്ടാൽ മാറില്ല, നമ്മൾ ഉപദേശിച്ചാൽ മാറുകയില്ല. നമ്മൾ പറഞ്ഞിട്ടും ഉപദേശിച്ചിട്ടും പുറകെ നടന്നിട്ടും മാറാത്ത ചില സാഹചര്യങ്ങളില്ലേ? അല്ലെങ്കിൽ നമ്മൾ മനുഷ്യൻ്റെ പിറകെ പോയിട്ടും മാറ്റമില്ലാതെ നിൽക്കുന്ന ചില ജീവിതത്തിൻ്റെ മേഖലകളില്ലേ?
ചില രോഗങ്ങൾ ഡോക്ടേഴ്സിനെ കണ്ടിട്ടും മരുന്ന് കഴിച്ചിട്ടും സൗഖ്യം കിട്ടാത്ത ശരീരത്തിൽ ചില രോഗങ്ങൾ ഇന്നും തുടരുന്നില്ലേ? മനുഷ്യൻ്റെ സ്പർശനം പോലെയല്ല കർത്താവിൻ്റെ സ്പർശനം. കർത്താവ് തൊട്ട അത് അത്ഭുതമായിട്ട് മാറും. അതുകൊണ്ട് അങ്ങനെ ഒരു സ്പർശനത്തിന് വേണ്ടി മക്കളെ ഈ നിമിഷം ആഗ്രഹിക്കണം. നിനക്കോ നിൻ്റെ കുടുംബാംഗങ്ങൾക്കോ നിൻ്റെ കുടുംബങ്ങൾ രോഗികളായി കഴിയുന്നവർക്കോ അങ്ങനെ ഉപദേശിച്ചിട്ട് പിന്മാറാൻ തയ്യാറാകാതെ പാപത്തിൽ തുടരുന്നവരോ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയവരോ എന്തുവാകട്ടെ, ചിലപ്പോൾ നിൻ്റെ മക്കളെ ഓർത്തായിരിക്കാം, അവിശുദ്ധ ബന്ധങ്ങളിൽ കഴിയുന്ന മക്കളെ ഓർത്തായിരിക്കാം, അല്ലെങ്കിൽ ജോലിയില്ലാത്ത വിവാഹം നടക്കാത്തവരെ ഓർത്തൊക്കെ ആയിരിക്കാം ഒത്തിരി സങ്കടപ്പെടുന്നത്. ഇവിടെ മേലെല്ലാം കർത്താവിൻ്റെ ഒരു സ്പർശനം കിട്ടാൻ ആഗ്രഹിക്കുക. ആഗ്രഹത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നിങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളും കർത്താവിൻ്റെ ഒരു സ്പർശനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഈശോയെ ആരാധന. കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഓ കർത്താവേ നിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. കർത്താവേ നീ ഞങ്ങളെ സ്പർശിക്കണമേ. കർത്താവേ നീ ഞങ്ങളുടെ കുടുംബങ്ങളെ തൊടണമേ. കർത്താവേ കുടുംബങ്ങൾ രോഗികളായിരിക്കുന്നവരെ സ്പർശിക്കണമേ. ജീവിതം തകർന്നിരിക്കുന്നവരെ കർത്താവേ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കണമേ. കുടുംബം തകർന്നു പോയവരെ കർത്താവേ നീ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. കരങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് ഹൃദയം കൊണ്ട് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിക്കുക. കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ സാന്നിധ്യമൊക്കെ ഹൃദയത്തിൽ അനുഭവിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ യേശുവേ നന്ദി, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നു തൊട്ടാൽ മതി, നിന്റെ നോട്ടം മതി, ഞാൻ സുഖമാകുവാൻ നാഥാ. നിൻ സ്തുതി പാടുവാൻ നാഥാ. ഒന്നു തൊട്ടാൽ മതി, നിന്റെ നോട്ടം മതി, ഞാൻ സുഖമാകുവാൻ നാഥാ. നിൻ സ്തുതി പാടുവാൻ നാഥാ. കർത്താവേ അങ്ങനെയൊന്ന് സ്പർശിച്ചാൽ നിശ്ചയമായിട്ട് എനിക്ക് സൗഖ്യം കിട്ടും. കർത്താവ് നീയൊന്ന് ഇടപെട്ടാൽ തീരാനുള്ളതേ ഉള്ളൂ ഈ പ്രശ്നം. കുടുംബത്തിൽ ഞങ്ങൾ കടന്നു പോകുന്ന ഈ പ്രശ്നം, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഞങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ, ജോലി മേഖലകളിൽ ഒക്കെ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറാൻ കർത്താവേ നീയൊന്ന് തൊട്ടാൽ മതി, നീയൊന്ന് ഇടപെട്ടാൽ മതി. ഞങ്ങൾക്കറിയാം കർത്താവേ നീ ഇടപെടണമേ. ഈശോയെ നീ ഇടപെടണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രതിസന്ധികളിലേക്ക്, ഞങ്ങളുടെ അസ്വസ്ഥതകളിലേക്ക്, ഞങ്ങളുടെ ആകുലതകളിലേക്ക് കർത്താവേ നിന്റെ വലത് കരം നീ ഇപ്പോൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഒന്നു വിളിച്ചാൽ മതി, നിന്നെ ഓർത്താൽ മതി, എൻ്റെ ദുഃഖങ്ങൾ മാഞ്ഞു പോകും. ഒന്നു വിളിച്ചാൽ മതി, നിന്നെ ഓർത്താൽ മതി, എൻ്റെ ദുഃഖങ്ങൾ മാഞ്ഞു പോകും. എൻ്റെ സ്വപ്നങ്ങളിൽ സ്വർഗരാജ്യം വരും, ഞാൻ ക്ഷമയോടെ കാത്തിരിക്കും. എൻ്റെ സ്വപ്നങ്ങളിൽ സ്വർഗരാജ്യം വരും,
ഞാൻ ക്ഷമയോടെ കാത്തിരിക്കും. ഒന്നു തൊട്ടാൽ മതി, നിന്റെ നോട്ടം മതി, ഞാൻ സുഖമാകുവാൻ നാഥാ. നിൻ സ്തുതി പാടുവാൻ നാഥാ. ഈ നിമിഷം നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ മാറോട് ചേർത്ത് പിടിക്കുകയോ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ ആ രോഗാവസ്ഥയുള്ള ശരീരഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വെച്ചോ ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈശോ തരുന്ന സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ശാരീരികമായ രോഗങ്ങൾ മൂലം വേദനിക്കുന്ന, ശാരീരിക രോഗങ്ങൾ മൂലം വേദനിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കർത്താവിൻ്റെ ഒരു സ്പർശനം കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുക. അത് കുറഞ്ഞതൊന്നും ആഗ്രഹിക്കരുത്. രോഗത്തിൻ്റെ വലിപ്പവും ചെറുപ്പമൊന്നും ഇപ്പോൾ നോക്കരുത്. എത്ര വർഷമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന രോഗമാണെന്നൊന്നും ഇപ്പം ചിന്തിക്കരുത്. ഒറ്റ കാര്യം മാത്രം മനസ്സിൽ ഉറപ്പിക്കുക. എന്താണ്? എൻ്റെ കർത്താവിന് ഈ രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ഞാൻ കടന്നു പോകുന്ന ഈ രോഗത്തിൽ കർത്താവിന് അധികാരമുണ്ട്. എൻ്റെ ഈശോയ്ക്ക് എന്നെ സുഖപ്പെടുത്താൻ പറ്റും. എത്രയോ ക്യാൻസർ രോഗികളെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. എത്രയോ ശരീരത്തിലുണ്ടായിരുന്ന ട്യൂമറുകൾ, മുഴകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. വർഷങ്ങൾ തളർന്നു കിടന്ന എത്രയോ ജീവിതങ്ങൾ എഴുന്നേറ്റ് നടന്നിരിക്കുന്നു. ഇപ്പോ വർഷങ്ങളായിട്ട് മക്കളില്ലാതിരുന്ന എത്രയോ ദമ്പതിമാർക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ നൽകിയിരിക്കുന്നു. തമ്പുരാനെ തൊടാൻ പറ്റും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അത് ഹൃദയത്തിൽ വിശ്വസിച്ച് ഈ നിമിഷം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ശരീരത്തിൻ്റെ എല്ലാ രോഗങ്ങളിലേക്കും കർത്താവിൻ്റെ പരിശുദ്ധ രക്തം ഒഴുകിയിറങ്ങുന്ന സമയമായിട്ട് കാണുക. ഈശോ നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. ഈശോ നിങ്ങൾ കൈവച്ചിരിക്കുന്നത് നിങ്ങളുടെ കരങ്ങളല്ല, കർത്താവിൻ്റെ കരമാണ്. ഇപ്പം നെഞ്ചിനാണ് വേദന, ഹാർട്ട് സംബന്ധമായ അസ്വസ്ഥതയാണ്, നിങ്ങളിവിടെ കരം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കരമാണ്. ആ കർത്താവിൻ്റെ കരത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരിച്ചോരയുണ്ടല്ലോ, നിന്റെ ഹൃദയത്തെ ഇപ്പോൾ തൊടും. നിന്റെ ഹൃദയത്തിൻ്റെ സകല രോഗങ്ങളിലേക്കും കർത്താവിൻ്റെ പരിശുദ്ധ രക്തം സൗഖ്യമായിട്ട് വരും. ആ വിശ്വാസത്തോടെ ശരീരഭാഗങ്ങളിൽ കരങ്ങൾ വെച്ച് ഏതാനും നിമിഷം കൂടി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സുഖപ്പെടുത്തണമേ, കർത്താവേ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻവാസഗേഹമാകും. കൺമുൻപിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നിതാ. കൺമുൻപിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നിതാ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ആത്മനാശ ഭീതിയിൽ നിരാശയിൽ ഞാൻ താഴുമ്പോൾ, ആത്മനാശ ഭീതിയാൽ നിരാശയിൽ ഞാൻ താഴുമ്പോൾ, അഭയം നീയേകി മുറിവിൽ നീ തഴുകി. എൻ മോക്ഷം നീയല്ലോ. മൃദുവായി നീ തൊടുകിൽ എൻ
എന്നാത്മം സൗഖ്യം നേടും, എന്നാത്മം സൗഖ്യം നേടും. ഈ നിമിഷം നിങ്ങൾ നിങ്ങളുടെ സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ശാരീരിക രോഗങ്ങൾ മൂലം വേദനിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കും. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് വചനം പറയണം, നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവർ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് മാപ്പ് നൽകും. എന്നിട്ട് പറയാണ്, ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് വചനം പറയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ആരാധനയിൽ ഇരുന്ന് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, പരസ്പരം പാപങ്ങൾ ഏറ്റുപറയണം. ആരെയെങ്കിലും നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ നമുക്ക് വെറുപ്പോ വിദ്വേഷമൊക്കെ ഉണ്ടെങ്കിൽ, അതുകൊണ്ട് ദൈവസ്നേഹത്തിന് ചേരാത്ത ഏതെങ്കിലുമൊക്കെ മനോഭാവങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ വചനം പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയണം പരസ്പരം, പിന്നെ പ്രാർത്ഥിക്കണം. ഹൃദയം കൊണ്ട് ഈ നിമിഷം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയിലായിരിക്കുക. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ ശരീരഭാഗങ്ങളെയും സമർപ്പിക്കുക. ശിരസ് സംബന്ധമായ രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. അവസ്ഥകളെല്ലാം കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കുക. കഠിനമായ രോഗം മൂലം വേദനിക്കുന്നവരുണ്ടാകാം. നിങ്ങളുടെ അവസ്ഥകൾ ഈശോയ്ക്ക് കൊടുക്കുക. ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള രോഗികൾ ഇതിനകത്തുണ്ടാകാം. നിങ്ങളുടെ അവസ്ഥകൾ ഈശോയ്ക്ക് കൊടുക്കുക. ഓപ്പറേഷൻ കൂടാതെ കർത്താവിനെ സുഖപ്പെടുത്താൻ പറ്റും. അങ്ങനെ അങ്ങോട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഹാർട്ട് സംബന്ധമായ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. ഹാർട്ടിൻ്റെ വാൽവിൻ്റെ അസ്വസ്ഥതകൾ, ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ആവശ്യമുള്ളവർ, ഹാർട്ടിലേക്കുള്ള രക്തധമനികൾക്ക് ബ്ലോക്കായിരിക്കുന്ന അവസ്ഥകൾ എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ക്യാൻസറുകൾ, ട്യൂമറുകൾ പോലെയുള്ള മാരക രോഗം മൂലം വേദനിക്കുന്നവരും അതിൻ്റെ പേരിൽ വല്ലാതെ അസ്വസ്ഥപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്നവരൊക്കെ ഇതിനകത്തുണ്ടാകാം. നിങ്ങളുടെ അവസ്ഥകൾ ഈശോയ്ക്ക് കൊടുത്ത്. രക്തത്തിൽ അസുഖം ഉള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ ശരീരം മുഴുവനും രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരിനകത്തുണ്ടാകാം. നോർമലായിട്ടുള്ള ചില രോഗങ്ങൾ, പക്ഷെ അത് ഒത്തിരി ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലുള്ള ചില രോഗപീഠകൾ, അതൊക്കെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകാം. വിഷയങ്ങളൊക്കെ ഈശോ കൊടുക്കാം. ശരീരം പൂർണ്ണമായി തളർന്നു പോയവർ ഒരുപക്ഷെ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടാകാം. നിങ്ങളുടെ അവസ്ഥകൾ ഈശോ കൊടുത്ത് പ്രാർത്ഥിക്കുക. വാദസംബന്ധമായ ചില രോഗപീഠകൾ, അപസ്മാര രോഗങ്ങൾ, അതെല്ലാം ഈശോ കൊടുത്ത് പ്രാർത്ഥിക്കുക. ലങ്സുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ, ശ്വാസം കിട്ടാത്ത അവസ്ഥകൾ, അല്ലെങ്കിൽ ബ്രീത്തിങ്ങിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, ശ്വാസകോശ സംബന്ധമായ അത് ചുരുങ്ങുന്ന അവസ്ഥകൾ, ലങ്സിൽ ഇങ്ങനെ അതിൻ്റെ കഫമൊക്കെ കെട്ടിയിട്ട് ന്യൂമോണിയ പോലത്തെ അവസ്ഥകളിലേക്കൊക്കെ കടന്നു പോയിരിക്കുന്ന അവസ്ഥകൾ ഈശോ കൊടുത്ത് പ്രാർത്ഥിക്കുക. സ്കിന്നുമായി ബന്ധപ്പെട്ട എല്ലാ അസ്വസ്ഥതകളും ഈശോ കൊടുക്കുക. ചില സോറിയാസിസ് രോഗങ്ങൾ, വെള്ളപ്പാണ്ടിൻ്റേതായ അസ്വസ്ഥതകൾ, സ്കിൻ അലർജികൾ, ഇങ്ങനെ തടിച്ച് പൊങ്ങുന്ന പോലത്തെ അവസ്ഥകൾ, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ അതിനോട് അലർജിയുള്ള മക്കൾ, നിങ്ങളുടെ അവസ്ഥകളെല്ലാം ഈശോ കൊടുത്ത് പ്രാർത്ഥിക്കുക. ഏതെങ്കിലുമൊക്കെ അലർജി രോഗങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഈശോ കൊടുത്ത് ഈ നിമിഷം പ്രാർത്ഥിക്കുക. സന്ധി ബന്ധങ്ങളിൽ വേദനയുള്ളവർ പ്രത്യേകം സമർപ്പിക്കട്ടെ. അസ്ഥി സംബന്ധം എല്ലാ വേദനകളും കൊടുക്കും. പ്രത്യേകിച്ച് നട്ടെല്ല് സംബന്ധമായ രോഗപീഠകൾ, നടുവിൻ്റെ വേദനകൾ, ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്ത രീതിയിലുള്ള നട്ടെല്ല് സംബന്ധമായ വേദനകൾ, കൈകാൽ മുട്ടുകളുടെ വേദനകൾ, ഉപ്പൂറ്റി വേദനിക്കുന്ന അവസ്ഥകൾ എല്ലാം ഈശോ കൊടുത്ത് പ്രാർത്ഥിക്കുക. സ്പോണ്ടലോസിസ് സംബന്ധമായ രോഗപീഠകൾ, തൊണ്ടയിൽ അസ്വസ്ഥതകളുള്ളവരുണ്ട്, തൈറോയിഡ് ബന്ധപ്പെട്ട രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, സ്ത്രീജന്യമായ രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈശോ കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. നിരന്തരം വയറ്റിൽ അസുഖമുള്ളവർ, ഉദരസംബന്ധമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ, കരൾ രോഗികൾ, ആമാശയ സംബന്ധമായ രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവർ, കിഡ്നി സംബന്ധമായ രോഗപീഠകൾ മൂലം വേദനിക്കുന്നവർ, ഗർഭാശയ സംബന്ധമായ രോഗാവസ്ഥകളുള്ളവർ, നിങ്ങളുടെ അവസ്ഥകളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക.
മാനസിക രോഗങ്ങൾ, ഇത് ചില പാരമ്പര്യമായിട്ട് വരെ വന്നിരിക്കുന്ന മാനസിക രോഗങ്ങളുണ്ടാകും. അങ്ങനെ അവസ്ഥകൾ, അതിന് മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടാകും. ഡിപ്രഷനുമായി ബന്ധപ്പെട്ട രോഗപീഠകൾ, ഇതെല്ലാം ഈശോയെ കൊടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ഒരു കരസ്പർശം ഇപ്പോൾ നിങ്ങളുടെ മേൽ കടന്നു വരുന്ന സമയമാണ്. നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുടുംബത്തിൽ രോഗികളായി കിടക്കുന്നവരുടെ അവസ്ഥകൾ നിങ്ങൾക്കറിയാം. അവരെല്ലാവരെയും ഈശോയുടെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച്, കരങ്ങൾ തുറന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച് വിശ്വാസത്തിൽ ഏറ്റെടുക്കുക. കർത്താവ് നിങ്ങളെ തൊടും എന്നുള്ള വിശ്വാസത്തിൽ ഈ നിമിഷം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, പൗരോഹിത്യത്തിൽ സുഖപ്പെടുത്താനും ആശീർവദിക്കുവാനും വിശുദ്ധീകരിക്കുവാനും അങ്ങ് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ മക്കളെ, ഇവിടെ കുടുംബങ്ങളെ, ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളെ, ഇവിടെ കുടുംബങ്ങളിൽ നിൽക്കുന്ന രോഗത്തിന്റെ പീഡകള്, ദുർപീഡകള്, ഇവരെ രോഗികളാക്കാനുള്ള തിന്മയുടെ സ്വാധീനങ്ങള്, വർഷങ്ങളോളമായി കൊണ്ടു നടക്കുന്ന ശാരീരിക രോഗങ്ങള്, മാരക രോഗങ്ങള്, മാറാ രോഗങ്ങള്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈ നിമിഷം തന്നെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. ഇതാ, സുഖപ്പെടുത്തുന്ന കർത്താവ് നിന്നെ ആശീർവദിക്കാൻ പോവാം. വിശ്വസിക്കുക മക്കളെ. ഹോസ്പിറ്റലിൽ കടന്നൊക്കെ ഈ ആരാധനയിൽ പങ്കുചേരുന്നവരുണ്ടാകും. നിങ്ങൾ വിശ്വസിക്കുക. മരണാസന്നരായി കഴിയുന്നവരുണ്ടാകാം, വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ടാകാം, ICUയുടെ നടുവിലായിരിക്കുന്നവരുണ്ടാകും. അവർക്കെല്ലാം വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഈശോയേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന.